Hello, hi. Let me tell my opinion about the movie Pushpa 2. It's okay. It's a good movie, despite its criticism faced during its theatrical release from both audience and from or as well as from reviewers. അതിന് ഇറങ്ങിയ സമയത്ത് ഒരു മിക്സഡ് റിവ്യൂസാണ് കിട്ടിയെങ്കിലും എന്ന് വെച്ചാൽ പലർക്കും പല ഒപ്പീനിയനായിരുന്നു. പുഷ്പ വണ്ണിൻ്റെ അത്ര സക്സസ്ഫുൾ ആയില്ല, അത്രത്തോളം ഒത്തില്ലെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് കണ്ടതിന് ശേഷം OTTയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മൂവി കാണാനിടയായത്. എനിക്ക് ഓവറോൾ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പുഷ്പ ഞാൻ പ്രതീക്ഷിച്ചത് വേറെയാണ്. ഐ എക്സ്പെക്റ്റഡ് സംതിങ് ഡിഫറെൻറ്റ്. പുഷ്പ വണ്ണ് പോലെ തന്നെയാണ് ആയിരിക്കും, ആ ഒരു വൈബ് തന്നെ ആയിരിക്കും എന്ന് കരുതിയപ്പോൾ അത് വേറൊരു രീതിയിലാണ് ഇത് പോർട്രേ ചെയ്തിരിക്കുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഫസ്റ്റ് മൂവി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ്. പക്ഷേ അതും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം നമുക്ക് വേറൊരു രീതിയിൽ അവർ തന്നു. അതിൽ അവർക്ക് കുറച്ച് പോരായ്മകൾ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പോരായ്മ എന്ന് പറയാൻ പറ്റില്ല. അവർ കുറച്ചുകൂടെ നന്നായി ചെയ്തിരുന്നെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ലെവലിൽ എത്തിക്കേണ്ട പോകേണ്ട ഒരു ഫിലിമായിരുന്നു. അത് നമ്മുടെ ഫാദിക്കയുടെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ഗുഡ് തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് തന്നെ കുറച്ചുകൂടെ അവർ ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ പുഷ്പ വണ്ണിൻ്റെ അതേ ലെവലിൽ തന്നെ എത്തേണ്ടിയിരുന്ന ഒരു മികച്ചൊരു ഒപ്പീനിയൻ റിസീവ് ചെയ്യേണ്ട ഒരു മൂവിയായിരുന്നു. ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ലാസ്റ്റ് ആ ഒരു പുഷ്പ വണ്ണ് ക്ലൈമാക്സിൽ നമ്മൾ കണ്ട സ്റ്റോറി ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു കൊടൂര വില്ലനെ പ്രതീക്ഷിക്കുമ്പോൾ ഒരു സൈക്കോ വില്ലനായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. അത് ഒരു ക്ലൗൺ, ഒരു ജോക്കർ ടൈപ്പ് വില്ലനാണ്. അദ്ദേഹത്തിനെ പലയിടത്തും ഒരു കോമാളിയാക്കുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത് പേഴ്സണലി. എസ്പെഷ്യലി ആ ഒരു സ്വിമ്മിംഗ് പൂളിലുള്ള ഒരു സീനൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ ബാക്കിയുള്ള സ്റ്റോറി ലൈനൊക്കെ അതുപോലെ തന്നെയാണ് ആദ്യം കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ലാസ്റ്റ് എത്തിയപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് മാറി. പിന്നെ ആ ഒരു അല്ലു അർജുൻ്റെ മരുമകളായിട്ട് വന്ന ആ ഒരു കുട്ടിയുടെ പെർഫോമൻസ് എനിക്ക് അത്രയ്ക്ക് പോരാന്ന് തോന്നി. കാരണം നമ്മുടെ ഓഡിയൻസുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായില്ല. ലാസ്റ്റ് ഒരു സീനുണ്ടായപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഫൈറ്റ് സീക്വൻസ് കാണുമ്പോൾ നമുക്കൊരു ഇത് വേണമല്ലോ, അത് രക്ഷിക്കാൻ പോകുമ്പോഴുള്ള ഇത് എന്ന് പറയുന്നത് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ടല്ലോ നമ്മളെ ഓഡിയൻസ്. അപ്പം നേരത്തെ അങ്ങനെ കുറച്ച് സീൻസൊക്കെ അവർ പോർട്രേ ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സഹോദര സ്നേഹം പോലെ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ അല്ലു അർജുൻ്റെ മറ്റ് മൂവീസിലൊക്കെ അത് അങ്ങനെ ഉണ്ടത്. അപ്പോൾ ലാസ്റ്റ് അങ്ങനെ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അല്ലു അർജുൻ രക്ഷിക്കാൻ പോകുമ്പോഴും നമുക്ക് എന്തായാലും ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ രക്ഷിക്കുന്ന സമയത്ത് ഒരു ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ. പക്ഷേ എന്നിരുന്നാലും അത് ലാസ്റ്റ് ഒരു ഫൈറ്റ് സീക്വൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാർജർ ദാൻ റിയാലിറ്റി ആണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും നമ്മൾ പല മൂവീസും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ നമ്മൾ മാർക്കോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ ഈ കൈയും കാലും കെട്ടിയിട്ടിട്ട് കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന സീൻസൊക്കെ അതിലും ഉണ്ടത്. ഇപ്പോൾ ഇത് ഓവറോൾ ഇഫ് യു സീ ലൈക്ക് ദാറ്റ് വേ ഇറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഓക്കെ. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ ആ സൈക്കോ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള വയലൻസും കാര്യങ്ങളും കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. അദ്ദേഹത്തിന് കുറച്ചുകൂടെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും കൊടുക്കാമായിരുന്നു. ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് കൊണ്ടുപോകാമായിരുന്നു. പിന്നെ ഫസ്റ്റിലെ കൊടൂര വില്ലനായിട്ടുള്ള മംഗളശീലനും ഒരുമാതിരി ഒരു സൈഡ് റോൾ അങ്ങനെ മാറ്റി നിർത്തിയതുപോലെ തോന്നി. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു ഞാൻ. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടമായ കുറച്ച് എലമെൻറ്റ്സ് ഇതിലുണ്ട്. അത് വേറെ നല്ല ഈ വിഷ്വൽ എഫക്റ്റ് ആദ്യത്തെ ജപ്പാനിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് സീക്വൻസൊക്കെ അത് വളരെ ഗംഭീരമായിരുന്നു. ലാർജർ ദാൻ റിയാലിറ്റി ആണെന്ന് തോന്നുന്നെങ്കിലും ഐ റിയലി എൻജോയ്ഡ് ദാറ്റ് ഫൈറ്റിംഗ് സീക്വൻസ്. പിന്നെ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ടുള്ള അല്ലു അർജുൻ്റെ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂമിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് കൊള്ളായിരുന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് കൂടുതലൊന്നും പറയട്ടെ. ഞാൻ പുഷ്പ വണ്ണിൻ്റെ ഒരു ലെവലിൽ കാണാൻ നോക്കിയപ്പോൾ ഇതൊരു വേറെ ടോട്ടലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേയിൽ വേറൊരു രീതിയിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു. ഞാൻ എന്നൊരു ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്.